അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് STM-F1 സീരീസിൻ്റെ ഡാറ്റ ഷീറ്റാണ്. അതിൽ GPIO കൺട്രോളിനകത്ത് CRL CRH ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഇൻപുട്ട് പാർട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിലാണ്. ഔട്ട്പുട്ടിലെ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പുഷ് പുള്ളാണ്. അത് നമുക്ക് 2 MHz 10 MHz 50 MHz യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ ഈ ഇതിൽ പറയുന്നത് 2 MHz എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നാണ്. അതിനായിട്ട് GPIO-A-arrow നമ്മുടെ രജിസ്റ്ററിൻ്റെ പേര് PA0 CRL ആയതുകൊണ്ട് അത് CRL ആണ്. CRL ബിറ്റ്വൈസ് ആൻഡ് ഈക്വൽ ടു ടിൽഡ് ബ്രാക്കറ്റ് ഓപ്പൺ 0xF ലെഫ്റ്റ് ഷിഫ്റ്റ് 0 ബ്രാക്കറ്റ് ക്ലോസ് സെമിക്കോളൻ. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ PA0 പൊസിഷൻ, അതായത് PA0യുടെ CRLലുള്ള പൊസിഷൻ ക്ലിയർ ചെയ്തു, വിച്ച് മീൻസ് അവിടെ 0 ആക്കി. ഇനി അവിടെ നമുക്ക് വേണ്ട വാല്യൂ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വേണ്ട വാല്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് CFN00യും മോഡ് 10 വേണ്ടത്. അതായത് അത് നമ്മൾ എഴുതുന്ന സമയത്ത് 0010 എന്ന് പറയും, വിച്ച് മീൻസ് ഹെക്സിൽ 0x2 എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ 0x2 ആണ് ഇതിലേക്ക് PA0യുടെ പൊസിഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് GPIO-A_arrow രജിസ്റ്ററിൻ്റെ പേര് CRL ഓർ ബിറ്റ് വൈസ് ഓർ ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ 0x2 ലെഫ്റ്റ് ഷിഫ്റ്റ് 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പിന്നിനെ, അതായത് PA0 എന്ന് പറഞ്ഞ പിന്നിനെ 2 MHz പുഷ് പുൾ ഔട്ട്പുട്ടാക്കി മാറ്റാം. അപ്പം നമുക്ക് അടുത്തതിനകത്ത് പുഷ് പുള്ള് തന്നെ 10 MHz എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.